ശ്രീ TP ശ്രീനിവാസനെ മർദ്ദിച്ചു എന്നുള്ളതിലാണ്. അത് സമരം നടന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ സമരത്തിൽ അദ്ദേഹം ആ സമരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ അവിടെ വെച്ച് അദ്ദേഹം ആ കുട്ടികളുടെ അല്ലെങ്കിൽ ഒരുപക്ഷെ ആ അടിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ വിദ്യാർത്ഥിയുടെ മുഖത്ത് നോക്കി ബാസ്റ്റഡ് എന്നുള്ള രൂപത്തിലേക്ക് വിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലാണ് അപ്പോൾ കയ്യോങ്ങിയൊരു അടി അവിടെ ഉണ്ടായത്. അതുണ്ടാകാൻ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ. അത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ കേരളത്തിൽ ഇനി അങ്ങനൊരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട് എന്നുള്ളത്, ഇപ്പോൾ പൊതുമേഖലയെ നമ്മൾ നന്നായി മെച്ചപ്പെടുത്തി എന്നുള്ളതും കേരളത്തിലെ ഇടതുപക്ഷത്തിന് മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ തന്നെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മേഖലകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ഇത്തരം യൂണിവേഴ്സിറ്റികളെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള നിലപാട് സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പോൾ തീരുമാനിക്കുന്നത് വെറുതെ തീരുമാനിക്കുകയല്ല. അതിൽ 40% കേരളത്തിലെ താമസിക്കുന്ന മലയാളികളായിട്ടുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള നിലപാടും പ്രത്യേകമായി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ ശ്രീ അബ്ദുൽ സലാം അദ്ദേഹം പറഞ്ഞ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് പറഞ്ഞു. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ A+A+ ആണെന്നുള്ള നിലയിലേക്ക് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. പക്ഷെ എന്നാൽ ആ സ്വകാര്യ യൂണിവേഴ്സിറ്റികളൊന്നും ഈ പറഞ്ഞ നിലയിലേക്ക് സർക്കാരുകളുടെ ഒരു നിയന്ത്രണപൂർണമായ അല്ലെങ്കിൽ ഒരു ഭാഗികമായോ നിയന്ത്രണത്തിലല്ല പോകുന്നത്. ഞങ്ങൾ ആഗ്രഹിച്ചത് കേരളത്തിൽ അങ്ങനെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ കൊണ്ടുവരാനല്ല, പകരം ഈ പറഞ്ഞതുപോലെ സർക്കാരിന് കൂടി ഒരുപക്ഷെ അതിന് നിയന്ത്രണത്തോടുകൂടി നിന്നാൽ, ഇല്ലാത്ത പക്ഷം ഇവിടുത്തെ വിദ്യാർത്ഥികളാകമാനം വീണ്ടും ഈ പറഞ്ഞ രൂപത്തിലേക്ക് പുറത്തേക്ക് പോകും. അങ്ങനെ വലിയ എമൗണ്ടുകൾ കൊടുത്ത് പഠിക്കേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ കേരളത്തിൽ അവർ നിൽക്കാൻ ചിലപ്പോൾ താല്പര്യം കാണിക്കില്ല, അവർ പുറത്തുപോയി പഠിക്കാൻ താല്പര്യപ്പെടും. എന്നാൽ സർക്കാരിൻ്റെ കൂടി പിന്തുണയോടുകൂടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൂടി നിയന്ത്രണത്തോടു കൂടി നിന്നാൽ ഈ പറഞ്ഞതുപോലെ വലിയ തുകകൾ വാങ്ങിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥിതിവിശേഷം സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകില്ല എന്നാണ് ഈ പറഞ്ഞതുപോലെ കേരള ഗവൺമെൻറ് മുന്നോട്ട് വെക്കുക. ശരി.